भूतेर्महद्भिर्य इमा पुरो विभुर् निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ, എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ, എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം, ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ ഷഷ്ഠിതമോऽധ്യായ. ശ്രീശുക ഉവാച. നന്ദവ്രജം ഗതേ രാമേ കരുഷാധിപതിർനൃപ വാസുദേവോഹമിത്യജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോൽ. ത്വം വാസുദേവോ ഭഗവാനവതീർണോ ജഗത്പതി ഇതി പ്രസ്ഥോപിതോ ബാലൈർമേന ആത്മാനമച്യുതം. ദൂതം ച പ്രാഹിണോന്മന്ദ കൃഷ്ണായ വ്യക്തവർമ്മനെ. ദ്വാരകായാം യഥാ ബാലോ നൃപോ ബാലകൃതോ ബുധാ ദൂതസ്തു ദ്വാരകാമേത്യാസഭായാമാസ്ഥിതം പ്രഭും കൃഷ്ണം കമലപത്രാക്ഷം രാജസന്ദേശമബ്രവീൽ. വാസുദേവോവതീർണോഹമേക ഏവ ന ചാപരാ ഭൂതാനാമനുകമ്പാർത്ഥം ത്വം തു മിഥ്യാഭിധാം ത്യജ. യാനി ത്വമസ്മൽചിഹ്നാനി മൗഢ്യാൽ ബിഭർഷി സാത്വതാ ത്യക്ത്വൈഹി മാം ത്വം ശരണം നോ ചേദ്ദേഹി മമാഹവം. ശ്രീശുക ഉവാച. കഥനം തദുപാകർണ്യ പൗണ്ഡ്രകസ്യാൽപമേധസ ഉഗ്രസേനാദയഃ സഭ്യ ഉച്ചകേർജഹസുസ്തദാ. ഉവാച ദൂതം ഭഗവാൻ പരിഹാസകഥാമനു ഉത്സ്രക്ഷ്യേ മൂഢ ചിഹ്നാനി യൈസ്ത്വമേവം വിഗദ്ധസേ. മുഖം തതപിധായാജ്ഞാകങ്കഗൃഹവടൈർവൃത ശൈഷ്യസേ ഹതസ്തത്ര ഭവിതാ ശരണം ശുനാം. ഇതി ദൂതസ്തദാക്ഷേപം സ്വാമിനെ സർവമാഹരൽ. കൃഷ്ണോപി രഥമാസ്ഥായ കാശീം ഉപജഗാമഃ. പൗണ്ഡ്രകോപി തദുദ്യോഗമുപലഭ്യ മഹാരഥ അക്ഷൗഹിണീഭ്യാം സംയുക്തോ നിശ്ചക്രാമപുരാദ്രുതം. തസ്യ കാശിപതിർമിത്രം പാർഷ്ണിഗ്രാഹോന്വയാൻ നൃപ. അക്ഷൗഹിണീഭിസ്ത്രിസൃഭിരപശ്യൽ പൗണ്ഡ്രകം ഹരി. ശംഖാര്യസി ഗദാ ശാർംഗശ്രീവത്സാദ്യുപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിം വനമാലാ വിഭൂഷിതം. കൗശേയവാസസീ പീതേ വസാനം ഗരുഡധ്വജം അമൂല്യമൗല്യാഭരണം സ്ഫുരന്മകരകുണ്ടലം. ദൃഷ്ട്വാ തമാത്മനസ്തുല്യവേഷം കൃത്രിമമാസ്ഥിതം യഥാ നടം രംഗഗതം വിജഹാസ ഭൃശം ഹരി. ശൂലൈർഗദാഭിപരിഘൈ ശക്തുഷ്ടിപ്രാസതോമരൈ അസിഭി പട്ടിശൈർബാണൈർ പ്രാഹരന്നരയോ ഹരിം.
കൃഷ്ണസ്തു തൽ പൗണ്ഡ്രകാശിരാജയോർബലം ഗജസ്യന്തനവാജിപത്തിമൽ ഗദാസി ചക്രേഷുഭിരാർദ്ദയൽ ഭൃശം യഥായുഗാന്തേ ഹുതഭുക് പൃഥക് പ്രജാ ആയോധനം തദ്രഥവാജികുഞ്ചരദ്യുപദ്ഘരോഷ്ട്രൈരരിണാവഖണ്ഡിതൈ ബഭൗചിതം മോദവഹം മനസ്വിനാമാക്രീഡനം ഭൂതപതേരിവോദ്ബണം അഥാഹ പൗണ്ഡ്രകം ശൗരിർഭോ ഭോ പൗണ്ഡ്രക യദ്ഭവാൻ ദൂതവാക്യേന മാമാഹ താന്യസ്ത്രാണ്യുത്സൃജാമി തേ ത്യാജയിഷ്യേഭിധാനം മേ യത്വയാജ്ഞാ മൃഷാധൃതം വ്രജാമി ശരണം തേദ്യ യദി നേച്ഛാമി സംയുഗം ഇതി ക്ഷിപ്ത്വാ ശിതൈർബാണൈർവിരധീകൃത്യ പൗണ്ഡ്രകം ശിരോവൃശ്ചൽ രഥാംഗേന വജ്രേണേന്ദ്രോ യഥാ ഗിരേ തഥാ കാശിപതേ കായാച്ഛിര ഉത്കൃത്യ പത്രിഭിः ന്യപാതയൽ കാശിപുര്യാം പത്മകോശമിവാനില ഏവം മത്സരിണം ഹത്വാ പൗണ്ഡ്രകം സസഖം ഹരി ദ്വാരകാമാവിശൽ സിദ്ധേർഗീയമാന കഥാമൃത സ നിത്യം ഭഗവദ്ധ്യാന പ്രധ്വസ്താഖിലബന്ധന ബിഭ്രാണശ്ച ഹരേ രാജൻ സ്വരൂപം തന്മയോ ഭവൽ ശിര പതിതമാലോക്യ രാജദ്വാരേ സകുണ്ഡലം കിമിദം കസ്യ വാ വക്ത്രമിതി സംശിഷ്വിരേ ജനാ രാജ്ഞ കാശിപതേർജ്ഞാത്വാ മഹിഷ്യ പുത്രബാന്ധവാ പൗരാശ്ച ഹാ ഹതാ രാജൻ നാഥ നാഥേതി പ്രാരുദൻ സുദക്ഷിണസ്തസ്യ സുതാ കൃത്വാ സംസ്ഥാവിധിം പിതു നിഹത്യ പിതൃഹന്താരം യാസ്യാമ്യപചിതിം പിതു ഇത്യാത്മനാഭിസന്ധായ സോപാധ്യായോ മഹേശ്വരം സുദക്ഷിണോർച്ചയാമാസ പരമേണ സമാധിനാ പ്രീതോ അവിമുക്തേ ഭഗവാംസ്തസ്മൈ വരമദാൽഭവ പിതൃഹന്തൃവധോപായം സവവ്രേ വരമീപ്സിതം ദക്ഷിണാഗ്നിം പരിചര ബ്രാഹ്മണൈ സമമൃത്യുജം അഭിചാരവിധാനേന സചാഗ്നി പ്രമഥൈർവൃത സാധയിഷ്യതി സങ്കല്പമബ്രഹ്മണ്യേ പ്രയോജിത ഇത്യാദിഷ്ടസ്തഥാ ചക്രേ കൃഷ്ണായാഭിചരൻ വ്രതി തതോഗ്നിരുദ്ധിത കുണ്ഡാൻമൂർത്തിമാനതിഭീഷണ തപ്തതാമ്രശിഖാശ്മശ്രുരംഗാരോദ്ഗാരിലോചന ദംഷ്ട്രോഗ്രഭൃകുടീദണ്ഡകഠോരാസ്യ സ്വജിഹ്വയാ ആലിഹൻ സൃക്കിണീനഗ്നോ വിധുന്വം സ്ത്രിശിഖം ജ്വലൻ പദ്ഭ്യാം താലപ്രമാണാഭ്യാം കമ്പയന്നവനീതലം സോഭ്യധാവദ്വൃതോ ഭൂതൈർദ്വാരകാം പ്രദഹൻ ദിശ തമാഭിചാരദഹനമായാന്തം ദ്വാരകൗകസാ വിലോക്യ തത്ര സുസർവേ വനദാഹേ മൃഗാ യഥാ അക്ഷൈ സഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാ ത്രാഹി ത്രാഹി ത്രിലോകേശ വഹ്നേ പ്രദഹത പുരം ശ്രുത്വാ തജ്ജനവൈക്ലവ്യം ദൃഷ്ട്വാ സ്വാനാം ച സാധ്വസം ശരണ്യ സംപ്രഹസ്യാഹ മാ ഭൈഷ്ടേത്യവിതാസ്മ്യഹം സർവസ്യാന്തർബഹിഃ സാക്ഷി കൃത്യാം മാഹേശ്വരിം വിഭു വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ഥം ചക്രമാദിശൽ തൽസൂര്യകോടിപ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാ ഘം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രമധാഗ്നിമാർദയൽ കൃത്യാനലപ്രതിഹതസരഥാംഗപാണേരസ്ത്രൗജസാ നൃപ സഭഗ്നമുഖോ നിവൃത്ത വാരാണസീം പരിസമേത്യ സുദക്ഷിണം തം സർത്വിജ്ജനം സമദഹൽ സുകൃതോഭിചാര ചക്രം ച വിഷ്ണോസ്തദനുപ്രവിഷ്ടം
വാരാണസിം സാട്ടസഭാലയാപണം സഗോപുരാട്ടാലകോഷ്ഠസങ്കുലാം സകോശഹസ്ത്യശ്വരധാന്യശാലാം ദഗ്ധ്വാ വാരാണസിം സർവാം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയ പാർശ്വമുപാതിഷ്ഠൽ കൃഷ്ണസ്യാക്ലിഷ്ടകർമ്മണ യേനം ശ്രാവയേന്മർത്യ ഉത്തമശ്ലോകവിക്രമം സമാഹിതോ വാ ശൃണുയാൽ സർവപാപൈ പ്രമുച്യത്തെ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ പൗണ്ഡ്രകവധോ നാമ ഷഡ്ഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുഹരോ ഘോരസ്തവാദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാ ശ്രുതം കമ്പകശ്ചന സംഭവാദചലിതോ ഭോജഭൂഷ്ടരാൽ ദൈത്യേതി സൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭത സംഭൂതം നമൃഗാമൃഗാലംമകം നമനുജാചാരം വപുസ്തേ വിഭോ കിം കിം ഭീഷണമേതമേതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജോദ്ധവളോഗ്രരോമവികസൽവഷ്മാ സമാജൃംഭധാ തപ്തസ്വർണസവനഭൂർണതതിരുക്ഷാക്ഷം സടാകേസരപ്രണികുംഭിതാംബരമഹോ ജീയാത്തവേദം വപു വ്യാപ്തവ്യാപ്തമഹാദരീസഖമുഖം ഖഡ്ഗോഗ്രമദ്ഗ്രമന്മഹാഃ ജിഹ്വാനദ്ഗമദൃശ്യമാനസുമഹാദം ഉത്സർഗലിഭംഗലിഭീഷണഹരണഹ്രസ്വരസവീയവീയഗ്രീവം പീവരദോഷദോഷഗതനഖ ക്രൂരാംശൂരോൽബണം വ്യോമോല്ലംഘിതനാഘനോപമഘന പ്രധ്വാനധാവിതസ്ഥാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപു. ഇന്ന് നരസിംഹ ജയന്തി. ഭഗവാന്റെ ആ അത്ഭുതകരമായ നരഹരി രൂപത്തെ നരജാതിയിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും അഭയമൂർത്തിയായി കണ്ടുകൊണ്ട് സ്തുതിക്കുന്ന പുണ്യദിനം. ഈ പുണ്യദിനത്തിൽ ഭഗവാന്റെ നരസിംഹാവതാര രംഗം മറ്റൊരു വീഡിയോ ആയിട്ട് ആളുകൾക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവരാത്രി കാലഘട്ടത്തിൽ അയിലൂർ ക്ഷേത്രത്തിൽ നടന്ന ആ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ ഭഗവാൻ പറയിപ്പിച്ച നരസിംഹാവതാര കഥയാണ്. അത് വേദിയിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും. എങ്കിലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇന്ന് നരസിംഹാവതാര രംഗത്തിൽ നരസിംഹ ജയന്തി ദിനത്തിൽ ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജയിൽ 66-ാമത്തെ അധ്യായം, ദശമസ്കന്ധത്തിൽ 66-ാമത്തെ അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. പൗണ്ഡ്രക വാസുദേവന്റെ കഥ അതാണ് കേട്ടത്. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, നന്ദവ്രജം ഗതേ രാമേ കരൂഷാധിപതിർനൃപ വാസുദേവോഹമിത്യാജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോൽ. രാമേ നന്ദവ്രജം ഗതേ, രാമൻ ബലരാമസ്വാമി നന്ദഗോകുലത്തിലേക്ക് പോയ സമയത്ത്, അല്ലയോ പരീക്ഷിത്തേ, ഹേ നൃപ, അജ്ഞഃ കരൂഷാധിപതി, മൂഢനായ അറിവില്ലാത്ത കരൂഷ രാജാവ്, അഹം വാസുദേവ ഇതി, ഞാൻ വാസുദേവനാണ് എന്ന്
കൃഷ്ണന് കൃഷ്ണായ ദൂതം പ്രാഹിണോ, കൃഷ്ണന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. ത്വം വാസുദേവോ ഭഗവാൻ അവതീർണോ ജഗത്പതി ഇതി പ്രസ്തോഭിതോ ബാലേർമേന ആത്മാനമച്യുതം. ത്വം എന്ന് വെച്ചാൽ കൃഷ്ണൻ, ജഗത്പതി ലോകങ്ങളുടെ രക്ഷിതാവായ ഭഗവാൻ, അവതീർണ അവതരിച്ചവനായ വാസുദേവൻ എന്ന് ബാലൈഹി പ്രസ്തോഭിതം അജ്ഞന്മാരാൽ പ്രോത്സാഹിപ്പിച്ചിട്ട് ആത്മാനം അച്യുതം മേനെ ലോകപരിപാലനം ചെയ്യാനായിട്ട് അവതരിച്ച ഭഗവാൻ വാസുദേവനാണ് താൻ എന്ന് അറിവില്ലാത്ത ആരൊക്കെയോ അതോ കളിയാക്കാനായിട്ട് പൗണ്ഡ്രകനോട് പറഞ്ഞു എന്ന് ഇഷ്ടമില്ല. ഏതായാലും അത് കേട്ടപ്പോ അച്യുതം ആത്മാനം, താൻ തന്നെയാണ് അച്യുതൻ, ച്യുതിയില്ലാത്തവൻ താൻ തന്നെയാണ്, ആ ജഗദീശ്വരൻ താൻ തന്നെയാണ് എന്ന് തന്നെ കുറിച്ച് വിചാരിച്ചു. അതുകൊണ്ടാണ് ദൂതം ച പ്രാഹിണോന്മന്ദ കൃഷ്ണായ വ്യക്തവത്മനേ ദ്വാരകായാം യഥാ ബാലോ നൃപോ ബാലകൃതോ ബുധ. ബാലകൃത കുട്ടികളാൽ നിശ്ചയിക്കപ്പെട്ട അറിവില്ലാത്ത, ബാലഹ നൃപ യഥ കുട്ടിയായൊരു രാജാവ്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് രാജാവാവും, കള്ളനാവും, പോലീസുകാരനാവും, ഇങ്ങനെ പല കളികളൊക്കെ കളിക്കും. അവരുടെ കൂട്ടത്തിൽ ഒരാളെ രാജാവായിട്ട് നിശ്ചയിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ കുട്ടി എന്ത് വിചാരിക്കും, ഞാൻ തന്നെയാണ് രാജാവ് എന്ന് വിചാരിച്ച് ആ രീതിയിലൊക്കെ അഭിനയിക്കും. ഇതേപോലെ മന്ദഹ ബുദ്ധിയില്ലാത്ത ആ മന്ദബുദ്ധിയായ പൗണ്ഡ്രകൻ ദ്വാരകായാം അവ്യക്തവർമ്മനെ കൃഷ്ണായ, ദ്വാരകയിൽ ഇന്ന തരത്തിലിരിക്കുന്നു എന്ന് സാധാരണ ആളുകൾക്ക് അറിയാൻ കഴിയാത്ത മൂഢജന വാദം കൊണ്ട് മോഹിതനായ പൗണ്ഡ്രകൻ, ആർക്കും അറിയാൻ കഴിയാത്ത ഭഗവാന്റെ മഹിമയെ മനസ്സിലാക്കാതെ കൃഷ്ണന്റെ അടുത്തേക്ക് ദൂതം പ്രാഹിണോർച്ച, ഒരു ദൂതനെ അയച്ചു എന്നാണ്. ദൂതസ്തു ദ്വാരകാമേത്യ, ദൂതഃ തു ദ്വാരകാം ഏത്യ, ദൂതൻ ദ്വാരകയിലെത്തിയിട്ട് സഭായാം ആസ്ഥിതം, സഭയിലിരിക്കുന്ന പ്രഭും കമലപത്രാക്ഷം, പ്രഭുവായ താമരക്കണ്ണനായിരിക്കുന്ന ആ കൃഷ്ണനോട് കൃഷ്ണം രാജസന്ദേശം അബ്രവീൽ, രാജാവിന്റെ സന്ദേശത്തെ അവിടെ അറിയിച്ചു. വാസുദേവോവതീർണോഹമേക ഏവ ന ചാപരേ ഭൂതാനാമനുകമ്പാർത്ഥം ത്വം തു മിഥ്യാഭിധാം ത്യജ. അതാണ് ആ ദൂതൻ കൊണ്ടുവന്ന സന്ദേശം. എന്താ? ഭൂതാനാം അനുകമ്പാർത്ഥം, പ്രാണികൾ, ഈ ലോകത്തുള്ള ജീവജാലങ്ങളുടെ അടുത്ത് അനുകമ്പ, ദയ കാണിക്കാനായി അവതീർണ വാസുദേവ, അവതരിച്ച വാസുദേവൻ, അഹം ഏക ഏവ, ഞാൻ മാത്രമാണ്, അപരഹ അന്യൻ നച, അല്ല തന്നെ, ത്വം തു നീയോ മിഥ്യാഭിധാം ത്യജ, ഈ കള്ളപ്പേര്, മിഥ്യയായിരിക്കുന്ന ഈ പേരിനെ ഉപേക്ഷിച്ചോളണം. ഇനി ഒരിക്കലും നീയാണ് വാസുദേവൻ എന്ന് പറയാൻ പാടില്ല, ഞാനാണ് വാസുദേവൻ, മറ്റാരും ഈ ലോകത്ത് വാസുദേവനില്ല. അതുകൊണ്ട് വാസുദേവൻ എന്ന കള്ളപ്പേര് ഉടനെ മാറ്റിക്കൊള്ളണം, ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. യാനി ത്വമസ്മൽ ചിഹ്നാനി മൗഢ്യാൽ ബിഭർഷി സാത്വതാ ത്യക്ത്വൈഹി മാം ത്വം ശരണം നോ ചേൽ ദേഹി മമാഹവം. സാത്വത, ഹേ യാദവ, സാത്വത കുലത്തിൽ ജനിച്ചവനെ, യദുകുലത്തിൽ ജനിച്ചവനെ, മൗഢ്യാൽ മൂഢത കൊണ്ടാണ്, നിനക്ക് അറിവില്ലാത്തത് കൊണ്ട്, ത്വം യാനി അസ്മൽ ചിഹ്നാനി, നീയ് എന്റെ ഏതൊക്കെ അടയാളങ്ങളെ ബിഭർഷി സ്വീകരിച്ചിട്ടുണ്ടോ, താനി ത്യക്ത്വ, അതിനെ ഉപേക്ഷിച്ചിട്ട്, മാം ശരണമേഹി, എന്നെ ശരണം പ്രാപിക്കുക. നോചേൽ, അല്ലെങ്കിലോ, ശരണം പ്രാപിച്ചില്ലെങ്കിൽ, മമ ആഹവം ദേഹി, എനിക്ക് യുദ്ധത്തെ തരണം, നീ ഞാനുമായിട്ട് യുദ്ധം ചെയ്യാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഒന്നുകിൽ നിനക്ക് എൻ്റെ അടുത്ത് വന്ന് നിന്റെ കയ്യിലുള്ള ശംഖ്, ചക്രം, ഗദ, അങ്ങനെയുള്ള വാസുദേവന്റേതായിട്ടുള്ള അടയാളങ്ങളൊക്കെ എനിക്ക് തന്ന് എന്നെ ശരണം പ്രാപിക്കാം, എങ്കിൽ നിനക്ക് ജീവനോടിരിക്കാം.
അതല്ലെങ്കിലോ നീയ് ഞാനുമായിട്ട് യുദ്ധം ചെയ്യണം, അതിന് തയ്യാറായിക്കോളൂ. ശ്രീ ശുബ്രഹ്മർഷി പറയാണ്, കഥനം തതുപാകർണ്യ പൗണ്ഡ്രകസ്യാൽപമേധസ ഉഗ്രസേനാദയ സഭ്യ ഉച്ചകേർജഹസുസ്തദാ. അല്പമേധസ, ബുദ്ധി കുറവുള്ള പൗണ്ഡ്രകന്റെ തത് കഥനം, ആ ആത്മപ്രശംസ നിറഞ്ഞ അർത്ഥമില്ലാത്ത വാക്കുകൾ, വെറുതെ പുലമ്പുന്ന എന്തൊക്കെയോ വാക്കുകൾ ഉപാകർണ്യ കേട്ടിട്ട് സഭ്യ ഉഗ്രസേനാദയ, സഭയിലിരിക്കുന്ന ഉഗ്രസേനൻ തുടങ്ങിയവര് തഥാ ഉച്ചകൈജഹസു, അവരെ ഉറക്കെ ചിരിച്ചു എന്നാണ്. കാരണം വിവരമില്ലായ്മയല്ലേ പൗണ്ഡ്രകൻ പറയണത്. ഉവാച ദൂതം ഭഗവാൻ പരിഹാസകഥാമനു ഉത്സ്രക്ഷ്യേ മൂഢ ചിഹ്നാനി യൈസ്ത്വമേവം വിഗദ്ധസേ. ദൂതന്റെ വാക്ക് ഭഗവാൻ പരിഹാസമായിട്ട് കരുതി പറഞ്ഞു. ശ്രീകൃഷ്ണൻ പരിഹാസകഥാം അനുദൂതം, ആ പരിഹാസകഥയെ അനുസരിച്ച് ദൂതനോട് ഉവാച പറഞ്ഞു, മൂഢ അറിവില്ലാത്തവനെ, യൈ ഏതൊന്നുകൊണ്ട് ത്വം ഏവം വിഗദ്ധസേ, ഇങ്ങനെ പറയുന്നുണ്ടുവോ, താനി ചിഹ്നാനി, ആ ചിഹ്നങ്ങളെ അവയെ ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഉപേക്ഷിപ്പിക്കുന്നുണ്ട് എന്നാണ്. ചക്രാദികളാകുന്ന കൃത്രിമായുധങ്ങൾ ധരിച്ച് നീ വാസുദേവൻ എന്ന് ഞെളിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഉപേക്ഷിപ്പിക്കും. മുഖം തദഭിധായാജ്ഞ കങ്കഗൃധ്രവടൈർവൃത ശൈഷ്യസേഹതസ്തത്ര ഭവിത ശരണം ശുനാം. അജ്ഞ, വിവരമില്ലാത്തവനെ. ആരുടെ അടുത്ത ദൂതനോടാണ് പറയുന്നെങ്കിലും ഇത് ദൂതൻ അവിടെ പോയി പൗണ്ഡ്രകനോട് പറയണം. തത് മുഖം, നിന്റെ ആ മുഖം ഉണ്ടല്ലോ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കണമെന്ന് പറഞ്ഞ ആ മുഖം, അത് അപിധായ അടയ്ക്കാതെ കങ്കഗൃധ്രവടൈ, കഴുകൻ, കാക്ക തുടങ്ങിയ പക്ഷികളാൽ ചുറ്റപ്പെട്ടവനായി ഹതഹ ഹനിക്കപ്പെട്ട് ശൈഷ്യസെ ഭൂമിയിൽ വീഴും. തത്ര ശുനാം ശരണം ഭവിത, അത് ആ നായ്ക്കൾക്ക് ശരണമായിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ നിന്നെ ഞാൻ കൊന്ന് ആ യുദ്ധഭൂമിയിൽ വീഴ്ത്തുമ്പോൾ കാക്ക, കഴുകൻ, പരുന്ത് തുടങ്ങിയവയും അതേപോലെ നായ്ക്കളും ഒക്കെ നിന്റെ മാംസം ഭക്ഷണമായിട്ട് സ്വീകരിക്കും. ഇതി ദൂതസ്തദാക്ഷേപം സ്വാമിനെ സർവമാഹരൽ കൃഷ്ണോപി രഥമാസ്ഥായ കാശീമുപജഗാമഹ. ഇങ്ങനെ ദൂതൻ സർവം തത് ആക്ഷേപം, തന്നോട് പറഞ്ഞ, ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ, അത് മുഴുവൻ സ്വാമിനെ ആഹരൽ, അവിടെ ചെന്ന് പൗണ്ഡ്രകനോട് പറഞ്ഞു. കൃഷ്ണനോ കൃഷ്ണ അപ്പി, കൃഷ്ണനും രഥമാസ്ഥായ, രഥത്തിൽ കയറി കാശിം ഉപജഗാമ, കാശിയിലേക്ക് എത്തിച്ചേർന്നു. നിശ്ചയം എന്നാണ്. കാശി രാജ്യത്തിലേക്ക് യുദ്ധത്തിനായിട്ട് ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ആ 10ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പൗണ്ഡ്രകനുമായിട്ടുള്ള യുദ്ധം, പൗണ്ഡ്രകനെ നിഗ്രഹിക്കുന്നത്, കാശി രാജാവിനെ നിഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടുള്ള രംഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നരസിംഹ ജയന്തിയുടെ ആശംസകൾ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി.
പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.